ജീസസില് എന്നെ ഇതുവരെ മനസ്സിലായില്ല. ഞാൻ കുവൈറ്റില്. കുവൈറ്റിലാ? ആ കുവൈറ്റിൽ എങ്ങനെ മസാജ് സെന്റർ ഒക്കെ ഉണ്ടോ? ഇല്ല, വളരെ കുറവാണ്, വളരെ കുറവാണ് ഇവിടെ. ദുബായ് പോലെയില്ല. ദുബായിലെ എല്ലാ ബിൽഡിങ്ങിലും ഉണ്ടെന്ന് തന്നെ പറയാം. കുവൈറ്റിൽ ആ പരിപാടി ഇല്ല. വളരെ വളരെ അപൂർവത്തിൽ അപൂർവമുള്ളൂ. ഇവിടെയൊക്കെ ഒരു പരിപാടി തുടങ്ങിയാൽ തന്നെ വിജയൊക്കെ വന്ന് തുടങ്ങിക്കഴിഞ്ഞാൽ ഇഷ്ടം പോലെ കസ്റ്റമറെ കിട്ടും. ഇഷ്ടം പോലെ വിജയൊക്കെ ഇവിടെ വന്ന് തുടങ്ങിക്കഴിഞ്ഞാൽ ഇഷ്ടം പോലെ കസ്റ്റമറെ കിട്ടുന്ന കസ്റ്റമറെ. മനസ്സിലായില്ല. ബിജി ഇവിടെ തുടങ്ങിക്കഴിഞ്ഞ ഇഷ്ടം പോലെ കസ്റ്റമറെ കിട്ടുമെന്ന്. അയ്യോ, എനിക്ക് വേണ്ട കേട്ടാ, ഞാൻ കുവൈറ്റിലേക്കില്ല. ഞാൻ പറഞ്ഞെന്നുള്ളൂ. ഞാൻ കാരണം ഇവിടെ അങ്ങനെ ഇല്ല. ഇവിടെ ദുബായിൽ എല്ലാ ബിൽഡിങ്ങിലും ഇഷ്ടം പോലെ ഉണ്ട്. ദുബായില് ഈ മറ്റേ ടിക്ടോക്ക് തുറന്നു കഴിഞ്ഞാൽ പരസ്യങ്ങളാണ്. ഇപ്പൊ ഞാൻ ഒരെണ്ണം കണ്ടു. 15 ഇന്ത്യ മലയാളികൾ വന്നേക്കുന്നത്. 17 വയസ്സ് തൊട്ട് 20 വയസ്സ് തൊട്ടുള്ള പിള്ളേരുണ്ട് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ടിക്ടോക്കിൽ വേണ്ട പരസ്യങ്ങളാണ്. ഇപ്പൊ എന്തോരം പബ്ലിസിറ്റിയാണ്. ഇപ്പൊ ആദ്യം ഇത്ര ഉണ്ടായില്ല. ഇപ്പൊ കൂടുതൽ പബ്ലിസിറ്റി ടിക്ടോക്കിലേക്ക് കയറിയേക്കാണ് ഇഷ്ടം പോലെ. ശരിയല്ലേ? ടിക്ടോക്ക് തുറന്നു. ഞാൻ പോയിട്ടുണ്ട് ഒരു പ്രാവശ്യം. മസാജ് പോയിട്ടില്ല. ഫ്ലാറ്റുകളിൽ പെണ്ണുങ്ങളടുത്ത് പോയിട്ടുണ്ടോ? ഒരു പ്രാവശ്യം എന്നെ ഇങ്ങോട്ട് വന്ന് കയറിയതാ. അല്ല, പോയിട്ടുണ്ട്. ഒരു പ്രാവശ്യം. എവിടെ വെച്ച്? കുവൈറ്റിൽ വെച്ചിട്ടാ? അതെ. കുവൈറ്റിൽ മലയാളിയുടെ അടുത്താണോ അതോ? അതല്ല, ഇന്തോനേഷ്യ. ഇന്തോനേഷ്യ അടുത്ത് പോയിട്ട് എങ്ങനെയുണ്ട്? സൂപ്പർ ആയിരുന്നു. ഇന്തോനേഷ്യയിൽ ഇഷ്ടപ്പെടാൻ കാരണം? അത് അന്ന് ഇഷ്ടപ്പെടാൻ കാരണം തന്നെ അന്ന് സാഹചര്യം. മനസ്സ് തുറന്ന് പറയണത് ആണിന്റെ ഏറ്റവും നല്ലത്. മറിച്ചിട്ട് എന്ത് കാര്യം ഇന്തോനേഷ്യയിൽ ഇഷ്ടപ്പെടാൻ കാരണം? കാരണം എന്നെ എപ്പോഴും നോക്കുമായിരുന്നു. എന്നെ കാണുമ്പോൾ എപ്പോഴും നോക്കും. ഒരു കണ്ണും കൊണ്ടൊരു കാട്ടായങ്ങളും. അപ്പൊ എനിക്ക് മനസ്സിലായി അത് എന്നെ വിളിക്കും പോലത്തെ ഒരു രീതിയാണ്. അപ്പൊ എത്രയായിരുന്നു അവിടെ റേറ്റ് ഒക്കെ? എത്രയാ അത്? റേറ്റ് അല്ലത്, ഫ്രീ ആയിട്ട്. ഫ്രീ. ഞാൻ പൈസ കൊടുത്തിട്ട് വാങ്ങിച്ചില്ല. ചേട്ടൻ പൈസ കൊടുത്ത് പുള്ളിക്കാരി മേടിച്ചില്ല. എന്നിട്ട് എങ്ങനെ ഉണ്ടായിരുന്നു? സർവീസ് ഒക്കെ ഉണ്ടായിരുന്നു? അത് അടിപൊളി സർവീസ് ആയിരുന്നു, ഒന്നും പറയാനില്ല. എന്നിട്ട് വേറെ ഒരാളെടുത്തും കിട്ടില്ല അല്ലേ? ഇല്ല, വേറെ ഒന്നുമില്ല. അടിപൊളി സർവീസ് ആയിരുന്നു. അടിപൊളി സർവീസ് ആയിരുന്നു അല്ലേ? അടിപൊളി സർവീസ് ആയിരുന്നു. അത് എന്നോട് അത്ര ഇതാക്കി ഞാൻ അടിങ്ങാറായി. ഇപ്പൊ എന്തുകൊണ്ട് പോകുന്നില്ല? ഇപ്പൊ പോകുന്നില്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് സാഹചര്യം, ബാക്ക്ഗ്രൗണ്ടും പിന്നെ ഇന്തോനേഷ്യക്കാരില്ല ഇപ്പൊ അവിടെ? ഇല്ല. അത് കുറെ വർഷമായിട്ടാ. ഒത്തിരി വർഷമായി. ഇപ്പോഴൊന്നും അല്ല. ഏതായാലും 10-15 വർഷത്തോളായി എന്തായാലും സംഭവം. എന്തായാലും ദുബായിലായിരുന്നെങ്കിൽ ചേട്ടൻ ഇപ്പൊ എന്റെ അടുത്ത് വന്നേനെ. അത് തീർച്ചയായിട്ടും. നമ്മളെ നാട്ടിൽ ഒറ്റ സ്ഥലത്ത് തന്നെയാണ്. എന്തോ? നമ്മളെ നാട്ടിലും ഒരു സ്ഥലത്ത് തന്നെയാണ്. എവിടെ ചേട്ടൻ നാട്ടില്? നമ്മൾ ഇന്നാളെ പരിചയപ്പെട്ടത് ഓർക്കല്ലേ? ഞാൻ പെരുമ്പാവൂര്. പെരുമ്പാവൂരുടെ മറ്റേ വാത്തിയത്ത് ഹോസ്പിറ്റലിന്റെ അപ്പുറത്തെന്ന് പറഞ്ഞില്ലേ? മനസ്സിലായി. ഡിപി മാറ്റി. അന്ന് വേറെ ഡിപി ആയിരുന്നു. ശരിയാ, ഡിപി മാറ്റി. അതാ മനസ്സിലാവാഞ്ഞിന്ന്. പേര് മാറ്റി. പേര് മാറ്റി. കറക്റ്റാ. പേര് മാറ്റി. അത് മനസ്സിലാവാഞ്ഞ ആളെ പേര് മാറ്റി. കറക്റ്റാ. നമ്മളന്ന് സംസാരിച്ചു. വേറെ എങ്ങനെ പോണ? പിള്ളേർക്കൊക്കെ വിളിക്കാറുണ്ടോ? സുഖമായിട്ടിരിക്കുന്നു. പുള്ളിക്കാരൻ വരലുണ്ടപ്പ പിള്ളേരുടെ അടുത്ത്? ആരാ? നാട്ടിലുള്ള ആള് കിട്ടി? ഇല്ല, അറിയില്ല. ശല്യമൊന്നുമില്ല. ആളുടെ ശല്യം ഉണ്ടാവില്ല. ഇനി കുറെ നാളത്തേക്ക് ഉണ്ടാവില്ല. സമാധാനായി, സന്തോഷമായി. ഇനി കുറച്ചധികം ഉണ്ടാവില്ല. ഇനി ഒരു 6-7 മാസം പിന്നെ നോക്കും. അവന് ഇടക്കിടക്ക് കള്ളു കുടിക്കുമ്പോ ഭ്രാന്ത് കയറുമ്പം ശല്യപ്പെടുത്തുന്നില്ല. അല്ല, സിംഹം തരാന്ന് പറഞ്ഞ ആളല്ല. വെള്ളടിക്കൂലേ നല്ലോണം?